വെറൈറ്റീസ്. കപ്പ, മരച്ചീനി അല്ലേ? അതിന് പല പേരുകളാണ് ഈ കപ്പക്ക് മരച്ചീനിക്കൊക്കെ. പല സ്ഥലങ്ങളിലും പല പേരാണ്. അപ്പൊ ഞമ്മടെ നാട്ടിൽ ഇവിടെ ഞങ്ങൾ പൂളാന്നാ പറയുക അല്ലെ. അപ്പൊ ഞങ്ങൾ ഈ കപ്പ കൊണ്ട് ഒരു വെറൈറ്റി വിഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അമ്മലിന് കപ്പ ഭയങ്കര ഇഷ്ടല്ലേ? പുഴുങ്ങി തിന്നതിന്റെയാണോ ഇഷ്ടം, ഇങ്ങനെ വെറൈറ്റി ആണോ ഇഷ്ടം? വെറൈറ്റി ആണ്. ഇത് നമ്മുടെ വീട്ടിൽ പുഴുങ്ങിയാൽ ആരും തിന്നില്ല. അപ്പൊ അതുകൊണ്ട് കപ്പ കൊണ്ട് ഞങ്ങൾ പലവിധ ഐറ്റംസ് ഉണ്ടാക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഭവം. അപ്പൊ ഈ ഒരു വിഭവങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. ഒരുപാട് പിന്നെ കപ്പയുടെ ഉള്ള ഒരുപാട് വിഭവങ്ങളുണ്ട് നമ്മുടെ ചാനലില്. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണണം. ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിനായിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പറയണ്ടോ? താങ്ക് യു. തരിയുള്ള പുട്ടുപൊടി 2 ഗ്ലാസ്, ഒരു പ്ലേറ്റ് കപ്പ ക്ലീൻ ആക്കിയിട്ടുള്ളത്, ഒരു പ്ലേറ്റ് തേങ്ങ ചിരകിയത്, ഒരു 10 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പണ വെളുത്തുള്ളി, 2 പച്ചമുളകും, 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും, ഒരു 2 കൈപ്പിടുത്തം മല്ലിയില. ഇത് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കപ്പയാണ്. അതിന് ഞാൻ കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചതാണ്. ഫ്രീസറിൽ വെച്ചിട്ട് കുറേ കാലം നിൽക്കും. അതിന് ഞാനൊന്ന് നല്ലോണം തണുപ്പൊക്കെ പോയ ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരക്കുകയാണ്. ഈ ഫ്രീസറിൽ വെച്ചതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം അരച്ചിരിക്കുന്നത്, വെള്ളം തീരെ കൂട്ടാതെയാണ് ഇത് അരച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. അതിലും വെള്ളം തീരെ ഉപയോഗിക്കരുത്. ഇതാണത്. ഇനി ഉപ്പ് പാകത്തിന് ഇതിലേക്ക് ഇടുക. ഈ വെളുത്തുള്ളിൻ്റെയും അതിൻ്റെയും മിക്സിയിൽ അരച്ചെടുത്തത് അതിലേക്ക് ഇട്ട് വെക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും, ഒരു 2 കൈപ്പിടുത്തം മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും, ഒരു പ്ലേറ്റ് തേങ്ങയും, ഇതെല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. വെള്ളം തീരെ ഉപയോഗിക്കരുത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക ഒരു അരമണിക്കൂർ. ഇനി ഞാനിതിൻ്റെ അളവെടുക്കുകയാണ്. ഇത് വേറെയും 1-2 ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. 2 കപ്പ് എടുത്തിട്ടുണ്ട്. 4 കപ്പ് മൊത്തം ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് ആദ്യം ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഒരു തുള്ളി വെള്ളം ഉപയോഗിക്കരുത്. കാരണം കപ്പയിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് അത് കംപ്ലീറ്റ് ഈ പൊടിക്ക് കണക്കാക്കി വരും. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. വേണം 1 ഗ്ലാസും കൂടി ഇടുക. 200 മില്ലിൻ്റെ ആണ്. ആ കപ്പ മിക്സിയിൽ അരച്ച അതേ അളവ് തന്നെയാണ്. ഇനി ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലാണ് ഞാൻ സാധാരണ ഈ പുട്ടുണ്ടാക്കൽ. അപ്പോൾ ജസ്റ്റ് അതിലിങ്ങനെ പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് അതിലിങ്ങനെ വെച്ചെടുത്താൽ മതി, അമർത്തരുത്. അങ്ങനെ വെച്ചിട്ട് നല്ല ഹൈ ചൂടിൽ നമ്മളെ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് റെഡിയാക്കുന്നത് അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് എടുക്കുക. ഇത് വേണമെങ്കിൽ കറി കൂട്ടി കഴിക്കുക, കറി ഇല്ലാണ്ട് കഴിക്കുക. ഇതിങ്ങനെ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാകുക. അതിൻ്റെ ഒരു മോഡൽ അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്, ഒരുപാട് യാത്രകളുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.